iPlusന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ A1 to B2 ലെവൽസിൻ്റെ എല്ലാ ലെവൽസിൻ്റെയും പാറ്റേൺ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എക്സാം പാറ്റേണിനെ പറ്റിയാണ്. അപ്പം A1 to B2 ലെവൽ വരെയുള്ള എല്ലാ ലെവൽസിൻ്റെയും ഓവറോൾ ഐഡിയ കഴിഞ്ഞ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ കഴിഞ്ഞ സെക്ഷനിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മൾ ഇന്നത്തെ സെക്ഷനിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം പാറ്റേൺസ് എങ്ങനെയാണ്. A1 to B2 ലെവൽ വരുന്നത് വരെയുള്ള എക്സാം പാറ്റേൺസ് ആണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ലെവലാണ് A1 ലെവൽ എന്ന് പറയുന്നത്. അപ്പം A1 ലെവലിൽ നമുക്ക് 4 പാറ്റേൺസ് ആണ് വരുന്നത്. അതായത് എല്ലാ ലെവൽസിനും A1, A2, B1, B2 എല്ലാത്തിനും 4 മൊഡ്യൂൾസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ 4 ലെവൽസ് ഓഫ് എക്സാംസ് ആണ് വരുന്നത്. അതിലെ ഒന്നാണ് റീഡിങ്, രണ്ടാമത്തത് ലിസണിങ്, മൂന്നാമത്തത് റൈറ്റിങ്, നാലാമത്തത് സ്പീക്കിംഗ്. അപ്പം A1 തൊട്ട് C2 വരെ എടുത്താൽ നമുക്ക് ഈ 4 മൊഡ്യൂൾസ് അല്ലെങ്കിൽ 4 ലെവൽസ് ആണ് വരുന്നത് എക്സാമിൻ്റെ. അപ്പം നമുക്ക് ഓരോന്നൊന്ന് പരിചയപ്പെടാം. എല്ലാത്തിൻ്റെയും സമയത്തിനാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് A1 ലെവൽ. അപ്പം A1 ലെവൽ എന്ന് പറഞ്ഞാൽ ബിഗിനർ ലെവലിലാണ്. അതിനകത്ത് നമുക്ക് 4 മൊഡ്യൂൾസും ഉണ്ട്. അപ്പം ഓരോന്നിനും എടുക്കുന്ന സമയം നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെയാണ് റീഡിങ്. അതിനെ ജർമ്മനി വിളിക്കുന്നത് ലേസൺ ഫെർസ്റ്റെയിൻ എന്നാണ് വിളിക്കുന്നത്. അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 25 to 30 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ 25 to 30 മിനിറ്റ്സ് ആണ് റീഡിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം. രണ്ടാമത്തതാണ് ലിസണിങ് അഥവാ ഹ്യോർ ഫെർസ്റ്റെയിൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ടൈം എടുക്കുന്ന സമയം 20 to 25 മിനിറ്റ്സ്, 20 to 25 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. റൈറ്റിങ്ങിന് എടുക്കുന്ന അഥവാ ഷൈബൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 15 to 20 മിനിറ്റ്സ്, 15 to 20 മിനിറ്റ്സ് ആണ് റൈറ്റിംഗ് എഴുതാൻ എടുക്കുന്ന സമയം. നെക്സ്റ്റ് വൺ ആണ് സ്പീക്കിംഗ്. സ്പീക്കിങ്ങിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അഥവാ സ്പ്രഹൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10 to 15 മിനിറ്റ്സ് ആണ് സ്പീക്കിങ്ങിന് നമുക്ക് വേണ്ടതായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. ദെൻ A1 എക്സാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം എടുക്കുന്ന സമയമാണ് 65 to 90 മിനിറ്റ്സ്, 65 to 90 മിനിറ്റ്സ് ആണ് നമുക്ക് A1 എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഇനി ഓരോ ലെവൽസിലും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ആദ്യത്തെയാണ് ലേസർ ഫെർസ്റ്റെയിൻ എന്ന് പറയുന്നത്. അപ്പം ലേസൺ ഫെർസ്റ്റെയിനകത്ത് നമുക്ക് വരുന്ന കാര്യങ്ങളാണ്: യു വിൽ റീഡ് ഷോർട്ട് ടെക്സ്റ്റ് സച്ച് ആസ് സൈൻസ്, നോട്ടീസസ് ഓർ മെസ്സേജസ് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ തരത്തിലുള്ള ടെക്സ്റ്റുകൾ, സൈൻസ്, നോട്ടീസസ് അല്ലെങ്കിൽ മെസ്സേജസ്, ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ കൊടുക്കണം. അതാണ് നമ്മുടെ റീഡിങ്ങിനകത്ത് വരുന്ന പാർട്ടുകൾ എന്ന് പറയുന്നത്. ലിസണിങ്ങിനകത്ത് വരുന്ന പാർട്ടാണ് യു വിൽ ലിസൺ ടു ഷോർട്ട് കോൺവെർസേഷൻസ്, അനൗൺസ്മെൻറ്റ് ഓർ മെസ്സേജസ് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ചെറിയ തരത്തിലുള്ള കോൺവെർസേഷൻസ് വരും, ചെറിയ തരത്തിലുള്ള അനൗൺസ്മെൻറ്റ്സ് വരും, അതേപോലെ മെസ്സേജസ് വരും. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ടുള്ള ആൻസറാണ് കൊടുക്കേണ്ടത്. അതാണ് റീഡിങ്ങും ലിസണിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ആണ് റൈറ്റിങ്ങും സ്പീക്കിങ്ങും തമ്മിലുള്ള കാര്യം. റൈറ്റിങ്ങിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, സ്പീക്കിങ്ങിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. റൈറ്റിങ്ങിൽ യു വിൽ റൈറ്റ് ഷോർട്ട് ടെക്സ്റ്റസ് സച്ച് ആസ് പോസ്റ്റ് കാർഡ് ഓർ എ ഷോർട്ട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ തരത്തിലുള്ള ടെക്സ്റ്റുകൾ, അതായത് ഒരു പോസ്റ്റ് കാർഡ് ആൻസർ ചെയ്യണം. അതേപോലെ ഷോർട്ട് മെസ്സേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ, സെമി ഫോർമൽ ലെറ്റർ. ഇപ്പം 3 തരത്തിലുള്ള ലെറ്ററുകളാണ് നമുക്കുള്ളത്. അതിലെ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമുക്ക് A1 റൈറ്റിങ്ങിൻ്റെ എക്സാമിന് വരുന്നത്. നെക്സ്റ്റ് ആണ് സ്പീക്കിങ്ങിന് വരുന്നത്. സ്പീക്കിങ്ങിനകത്ത് യു വിൽ എൻഗേജ് ഇൻ എ ഷോർട്ട് കോൺവെർസേഷൻ വിത്ത് ആൻ എക്സാമിനർ ഓർ റെസ്പോണ്ട് ടു ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ സ്പീക്കിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട് ഒന്നാമത്തെ ടൈല്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് W ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ടൈൽ എന്ന് പറയുന്നത് പ്ലീസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പ്രൊഹിബിറ്റഡ് സ്ലോഗൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പം അങ്ങനെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സ്പീക്കിങ്ങിനകത്ത് വരുന്നത്. അത് നമ്മളൊരു എക്സാമിനറുമായിട്ടായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സാമിനർ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? റെസ്പോണ്ട് ചെയ്യണം. അപ്പം ഇതായിരുന്നു A1 ലെവലിലുള്ള മൊഡ്യൂൾസിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് A2ലേക്ക് കിടക്കാം. A2 എടുക്കുന്ന സമയവും അതിൻ്റെ സവിശേഷതകളും നോക്കാം. ഓക്കെ,
നെക്സ്റ്റ് ആണ് A2 ലെവൽ. അപ്പോൾ അതിനകത്ത് എല്ലാത്തിനും 4 മൊഡ്യൂൾസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എടുക്കുന്ന സമയത്തിനാണ് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഇവിടെ A2 എടുക്കുന്ന റീഡിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് 35 to 40 മിനിറ്റ്സ് ആണ്. അതേപോലെ ലിസണിങ്ങിന് എടുക്കുന്ന സമയം 30 to 40 മിനിറ്റ്സ് ആണ്. അതേപോലെ റൈറ്റിങ്ങിന് എടുക്കുന്ന സമയം 25 to 30 മിനിറ്റ്സ് ആണ്. അതേപോലെ സ്പീക്കിങ്ങിന് എടുക്കുന്ന സമയം 15 to 20 മിനിറ്റ്സ് ആണ്. അപ്പം A2 എക്സാമിനേഷൻ ഏകദേശം കഴിയാൻ മൊത്തത്തിൽ എടുക്കുന്ന സമയം 90 to 120 മിനിറ്റ്സ് ആണ് എടുക്കുന്ന സമയം. 90 to 120 മിനിറ്റ്സ് വരെ നമുക്ക് A2 എക്സാം മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്, ഏകദേശത്തെ സമയമാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ മൊഡ്യൂൾസ് എങ്ങനെയൊക്കെയാണ് പാറ്റേൺ നമുക്ക് നോക്കാം. റീഡിങ്ങിനകത്ത് വരുന്നത് യു വിൽ റീഡ് ടെക്സ്റ്റസ് സച്ച് ആസ് ആർട്ടിക്കിൾസ്, നോട്ടീസസ് ഓർ മെസ്സേജസ് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ റീഡിങ്ങിനകത്ത് വരുന്ന നമുക്ക് ടെക്സ്റ്റുകളുണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, നോട്ടീസസ് ഉണ്ട്, മെസ്സേജസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം നമ്മൾ ആൻസർ കറക്റ്റായിട്ട് കൊടുക്കണം എന്നാണ് A2 ലെവൽ. ദെൻ ലിസണിങ്ങിനകത്ത് വരുവാണെങ്കിൽ യു വിൽ ലിസൺ ടു കോൺവെർസേഷൻസ്, അനൗൺസ്മെൻറ്റ്സ് ഓർ മെസ്സേജസ് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള കോൺവെർസേഷൻ കേൾക്കും, അനൗൺസ്മെൻറ്റ്സ് കേൾക്കും, അതേപോലെ മെസ്സേജസും കേൾക്കും. അപ്പം അതിലെല്ലാം നമ്മൾ കറക്റ്റായിട്ടുള്ള ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം, ലിസണിങ്ങിൻ്റെ ടൈലിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. അതാണ് ലിസണിങ്ങിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് റൈറ്റിങ്ങിന് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം യു വിൽ റൈറ്റ് ഷോർട്ട് ടെക്സ്റ്റസ് സച്ച് ആസ് മെസ്സേജസ്, എ പോഡ്കാസ്റ്റ് ഓർ എ സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ A2 റൈറ്റിങ്ങിനകത്ത് നമ്മൾ ചെറിയ ചെറിയ ടെക്സ്റ്റുകൾ എഴുതും. എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ്, അതായത് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു ഒരു ഫോർമൽ ലെറ്റർ, ഒരു ഇൻഫോർമൽ ലെറ്റർ, അങ്ങനത്തെ ലെറ്റേഴ്സ് ആയിരിക്കും വരുന്നത്. അതിനകത്ത് നമ്മളൊരു സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ വെച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. അതാണ് റൈറ്റിംഗ് സെക്ഷൻ്റെ കാര്യം. ഇനി സ്പീക്കിംഗ് സെക്ഷനിലേക്ക് വരുമ്പം യു വിൽ എൻഗേജ് ഇൻ എ കോൺവെർസേഷൻ വിത്ത് ആൻ എക്സാമിനർ ഓർ റെസ്പോണ്ട് ടു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് A2 2 പാർട്ടുകളാണ് വരുന്നത്. ഒന്നാമത്തത് ഒരു ടോപ്പിക്കിന് തന്നിട്ട് നമ്മളത് പ്രസൻറ്റ് ചെയ്യണം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷനാണ്. നമ്മളും ഒരു എക്സാമിനറുമായിട്ട് നമ്മളൊരു കോൺവെർസേഷൻ നമ്മൾ നയിക്കണം. അതാണ് സ്പീക്കിങ്ങിനകത്ത് വരുന്ന ഘടകം എന്ന് പറയുന്നത്. അപ്പം A2 സ്പീക്കിംഗ് പാറ്റേൺ മനസ്സിലായല്ലോ. അപ്പം A2 ഓവറോൾ ആയിട്ടുള്ള എല്ലാ സ്പീക്കിങ്ങിൻ്റെയും റൈറ്റിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും റീഡിങ്ങിൻ്റെയും പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലായോ. ഇനി നമുക്ക് B1 കിടക്കാം. B1 ലെവലിലേക്ക് എടുക്കുന്ന സമയം നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, റീഡിങ്ങിന് എടുക്കുന്ന സമയമാണ് 50 to 60 മിനിറ്റ്സ് ആണ് റീഡിങ്ങിന് എടുക്കുന്ന സമയം. ലിസണിങ്ങിന് എടുക്കുന്ന സമയം 40 to 50 മിനിറ്റ്സ് ആണ്. റൈറ്റിങ്ങിന് 50 to 60 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. സ്പീക്കിംഗ് ടൈം എന്ന് പറയുന്നത് 50 to 20 മിനിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു B1 എക്സാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വേണ്ടതായിട്ടുള്ള സമയമാണ് 120 to 150 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പം 120 to 150 മിനിറ്റ്സ് ആണ് ഏകദേശം B1 എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് B1 ഓരോ പാറ്റേണിനെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യത്തെയാണ് റീഡിങ്ങിനകത്ത് നമുക്ക് വരുന്ന കാര്യങ്ങൾ യു വിൽ റീഡ് ടെക്സ്റ്റസ് സച്ച് ആസ് ആർട്ടിക്കിൾസ്, ബ്ലോഗ്സ് ആൻഡ് ഓർ റിപ്പോർട്ട്സ് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനകത്ത് ആർട്ടിക്കിൾസ് ഉണ്ടാകാം, പലതരത്തിലുള്ള ബ്ലോഗുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള റിപ്പോർട്ട്സുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. അപ്പോൾ എല്ലാ ടൈലിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. ചിലതൊക്കെ നമുക്ക് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് എക്സാം പാറ്റേണിന് വേരിയേഷൻ വരും. നെക്സ്റ്റ് ആണ് ലിസണിങ് നമുക്ക് ചെയ്യുന്ന കാര്യം യു വിൽ ലിസൺ ടു കോൺവെർസേഷൻസ്, ഡിസ്കഷൻസ് ഓർ പ്രസൻറ്റേഷൻസ് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ്. അപ്പം B1 ലിസണിങ്ങിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻസ് കേൾക്കാം, പലതരത്തിലുള്ള ഡിസ്കഷൻസ് കേൾക്കാം, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ കേൾക്കാം. അതൊക്കെ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. അതാണ് ലിസണിങ്ങിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് വൺ ആണ് റൈറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഘടകം നോക്കാം. റൈറ്റിങ്ങിനകത്ത് നമുക്ക് വരുന്ന പാറ്റേൺ യു വിൽ റൈറ്റ് ടെക്സ്റ്റസ് സച്ച് ആസ് എ ലെറ്റർ ആൻഡ് ഇമെയിൽ ഓർ എ ഷോർട്ട് എസ്സേ. അപ്പോൾ B1 നമുക്ക് 3 റൈറ്റിംഗ് ആണ് വരുന്നത്. ആദ്യത്തെയാണ് ഇൻഫോർമൽ ലെറ്റർ, രണ്ടാമത്തത് ഒരു എസ്സേ ആണ് അഥവാ ബ്ലോഗ് എന്നാണ് അതിനെ വിളിക്കുന്നത്, മൂന്നാമത്തെ ഒരു ഫോർമൽ ലെറ്റർ. അപ്പോൾ ഇങ്ങനെ 3 റൈറ്റിംഗ് ആണ് നമുക്കുള്ളത്. ദെൻ സ്പീക്കിങ്ങിനകത്ത് നമുക്ക് വരുന്ന കാര്യം യു വിൽ എൻഗേജ് ഇൻ എ കോൺവെർസേഷൻ വിത്ത് ആൻ എക്സാമിനർ ഓർ ഡിസ്കസ് എ ടോപ്പിക്. അപ്പം B1 2 ടൈലാണ് സ്പീക്കിങ്ങിന് വരുന്നത്. ആദ്യത്തെ ഒരു കോൺവെർസേഷൻ ആണ്, അതിനെ ഗെമൈൻസാം പ്ലാനിൻ എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെയാണ് തേമ പ്രസൻറ്റേഷൻ, ഒരു ടോപ്പിക്ക് തന്ന് നമ്മൾ അതിനെപ്പറ്റി എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് B1 ലെവലിനകത്തുള്ള സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വണ്ണാണ് നമ്മുടെ B2 എടുക്കുന്ന സമയം നമുക്ക് നോക്കാം.
റീഡിങ്ങിന് എടുക്കുന്ന സമയം 60 to 70 മിനിറ്റ്സ് ആണ്. അതേപോലെ ലിസണിങ്ങിന് എടുക്കുന്ന സമയം 50 to 60 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. റൈറ്റിങ്ങിന് എടുക്കുന്ന സമയം 50 to 60 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. സ്പീക്കിങ്ങിന് എടുക്കുന്ന സമയം 50 to 20 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പം ഓവറോൾ ഒരു B2 എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയമാണ് 150 to 180 മിനിറ്റ്സ് ആണ് നമുക്ക് ഏകദേശം എടുക്കുന്ന സമയം B2 എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ടൈലും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് റീഡിങ്. റീഡിങ്ങിനകത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ റീഡ് കോംപ്ലക്സ് ടെക്സ്റ്റസ് സച്ച് ആസ് ആർട്ടിക്കിൾസ്, എസ്സേസ് ഓർ റിപ്പോർട്ട്സ് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ. അപ്പോൾ B2വിനകത്ത് റീഡിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ആർട്ടിക്കിൾസ് ഉണ്ട്, എസ്സേസ് ഉണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുക്കണം. ഓക്കെ. ലിസണിങ്ങിനകത്ത് വരുന്നത് യു വിൽ ലിസൺ ടു കോംപ്ലക്സ് കോൺവെർസേഷൻസ്, ഡിസ്കഷൻസ് ഓർ പ്രസൻറ്റേഷൻ ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ്. അത് B2ലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്കഷൻസ് കേൾക്കാം, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻസ് കേൾക്കാം. ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്ന പാർട്ടുകളാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യന് ആൻസർ കൊടുക്കണം. ഇതാണ് B2ൻ്റെ ലിസണിങ്ങിൻ്റെ പാർട്ടുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് റൈറ്റിംഗ് പാർട്ട്. റൈറ്റിങ്ങിനകത്ത് യു വിൽ റൈറ്റ് ഡീറ്റെയിൽഡ് ടെക്സ്റ്റസ് സച്ച് ആസ് ആൻ എസ്സേ, എ റിപ്പോർട്ട് ഓർ എ ഫോർമൽ ലെറ്റർ. അപ്പം B2ലെ റൈറ്റിങ്ങിനകത്ത് 2 റൈറ്റിംഗ് ആണ് വരുന്നത്. ഒന്നാമത്തത് ബ്ലോഗാണ്, അല്ലെങ്കിൽ ഒരു എസ്സേ പോലെ എഴുതണം. രണ്ടാമത്തത് ഫോർമൽ ലെറ്റർ ആണ് വരുന്നത്. അങ്ങനെയാണ് B2ൻ്റെ റൈറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി B2ൻ്റെ സ്പീക്കിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ എൻഗേജ് ഇൻ എ ഡിസ്കഷൻ ഓർ ഡിബേറ്റ് വിത്ത് ആൻ എക്സാമിനർ ഓർ പ്രസൻറ്റ് എ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ B2 ലെവലിൽ 2 പാറ്റേൺ ആണ് വരുന്നത്. 2 ലെവൽസ് അല്ലെങ്കിൽ 2 പാർട്ടാണ് വരുന്നത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക് തന്നതിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം, അഥവാ തേമ പ്രസൻറ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, അതിനെപ്പറ്റി നമ്മളൊരു പാർട്ട്ണറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ചെയ്യണം. അതാണ് സ്പീക്കിങ്ങിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം ഇത്രയായിരുന്നു ഓവറോൾ ആയിട്ടുള്ള A1 to B2 വരെയുള്ള പാർട്ടുകളുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്ന രീതികൾ. അപ്പം എല്ലാവർക്കും A1 to B2 എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം I+ൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.